മലയാളി കടിയാടാ ചുമ്മാ സടകുടം ഉണർന്നല്ല കപടം നിന്റെ കഥ കഴിയുമ്പോൾ ഗൾഫുകാരി എത്തിയോ? ഓ ഞാൻ രാവിലെ ലാൻഡ് ചെയ്തോളൂ. ഓ വിമാനം പാറമട വീടിന്റെ വാതിലായിരിക്കും കൊണ്ട് നിർത്തിയത്. ഞാൻ പൈലറ്റിനോട് ചോദിച്ചാന്ന് ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുമെന്ന്, പക്ഷെ പറ്റൂലെന്ന് പറഞ്ഞു. ഈ ചക്ക കൊണ്ട് തോരൻ വെക്ക്. അപ്പുറത്തോട്ട് വെക്ക്. നല്ലത് തന്നെ. ആ നല്ലതൊക്കെ ഞാൻ കൃഷി ചെയ്യാറുള്ളൂ വരുമോനെ. നീ എന്തിട്ട് ഇങ്ങനെ ആയി പോയത്? ഈ പഴയ സ്വഭാവം കളഞ്ഞിട്ടില്ലല്ലേ? നീ ഇപ്പോഴും കൊച്ചുപിള്ളേരുടെ സ്വഭാവം തന്നെ. എന്താ ഇത്? അണ്ണാ എനിക്ക് മാറ്റം ഉണ്ടോ? ഞാൻ ചുമ്മാ ഇത് തമാശയ്ക്ക് കൊണ്ടേ കാണിക്കണല്ലേ. ആണ്ട ചങ്കില് തീയാണ് തീ. വെള്ളം കോരി ഊറ്റി അണക്കളാം. നിങ്ങൾക്ക് ഇനി വേറെ ആരെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ അഡീഷണൽ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി വെക്കാം. വേറെ ആര് കഴിക്കാൻ പറയാനാ? വേറെ ആരെങ്കിലും കഴിക്കാൻ വിളിച്ചിട്ടുണ്ടോ? എന്നാടാ യേശു? ഓ ഉണ്ട്. ചേച്ചി ഗൾഫിൽ ഇങ്ങോട്ട് വരുന്ന പ്രമാണിച്ച് 1000 പേർക്ക് സമൂഹ സദ്യ നടത്തുന്നുണ്ട്. എന്നിട്ട് അവിടെ ആരെയും കാണാനില്ല. കിടന്നോ കുറച്ചു നേരം? വല്ലതും വേണോ? വെള്ളം വല്ലതും വേണോ മക്കളെ? വേണ്ട കിടന്നോളാം. ഇത് കൊടുവാളിയത്. ദോശമാവ് ഇരിപ്പുണ്ട്, മസാല ദോശ ഉണ്ടാക്കി തരട്ടാ? വേണ്ട. ഇത് മണപ്പിക്കുമ്പം ഇത് നിൽക്കും. മസാല ദോശ അല്ല ഇത് ഇതിന്റെ ഇതേ ഓറഞ്ചാ. ഇവിടെ എത്ര മണപ്പിച്ചല്ലേ മാറി മാറി ഒരു റെസ്റ്റിംഗ് കൊടുക്കും. Fucking on some other feelings, man, I feel it's like a rock star.